മണാലിക്ക് പോയാലോ? കാശുണ്ടേ പോവാ. ആയോ മണാലി എന്ന സ്വപ്നം പോലെ പോലെ ഗൈസ്. ആയിരത്തിന്റെ നോട്ടുണ്ടോ? 1000-ന്റെ 2000-ന്റെ നോട്ടൊക്കെ മോദിജി നിർത്തലാക്കിയില്ലേ? 500 നിറച്ചുണ്ടാവണം. അതല്ലേ എത്രയായി? 3300. മണാലിക്ക് പോകാൻ പറ്റില്ല. മണാലിക്ക് പോകാൻ പറ്റില്ല. പിന്നെ എങ്ങോട്ട് പോവും? ഭക്ഷണം കഴിക്കാനുള്ള പൈസ പോലും ഇല്ല. അപ്പൊ എന്താ ചെയ്യാ? ഇവിടെയാ? പത്താഴക്കുണ്ട് ഡാമിലാ? പോവാൻ പൈസ ഇല്ലാത്തതിന്റെ പേര് പത്താഴക്കുണ്ട് ഡാമിൽ പോയി കാപ്പി പിടിച്ചു പോരാത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെറൻസ് വേൾഡ്. അപ്പം മണാലിക്ക് പോകണമെന്നുള്ള ആഗ്രഹമായിട്ട് പൈസ കൂട്ടി വെച്ചു. പക്ഷേ മണാലിക്ക് പോകാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പോകുന്ന ഏകദേശം റൂട്ട് കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ആ പൈസ കൊണ്ട് ഇങ്ങോട്ടൊക്കെ മാത്രമേ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് മൂന്നാറിലേക്കാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ടോ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് കൊടുക്കുന്നതൊക്കെ മോഹന സ്വപ്നങ്ങളൊക്കെ നമ്മുടെ ഹസ്ബൻഡും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നിന്നെ മണാലിക്ക് കൊണ്ടുപോകും, കുളു കൊണ്ടുപോകും, പിന്നെ എവിടെയാണ് ലക്ഷദ്വീപ് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കിതുവരെയായിട്ടൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഒത്തിരി അധികം ആഗ്രഹിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ വളരെ തമാശ രീതിയിൽ പറഞ്ഞാൽ പോലും നമുക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു. മോന് കുറച്ച് ഹോസ്പിറ്റലൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് നമ്മൾ ബിസി ആയിപ്പോയി. പിന്നെ നമുക്ക് ഉടനടി ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ലല്ലോ ഈ മണാലി. അതിനൊക്കെ കുറേ പ്രീ പ്ലാൻ ചെയ്തിട്ട് പോകേണ്ട സംഭവമാണ്. അങ്ങനെയാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് എത്താം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള നേര്യമംഗലം പാലമാണ് കേട്ടോ ഇത്. ഈ നാട്ടിലുള്ളവരുടെ ഭയങ്കര വികാരമാണ് ഈ നേര്യമംഗലം പാലം. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും പോകുമ്പോഴത്തേക്കും പ്രത്യേക ഒരു അനുഭൂതിയാണ് കേട്ടോ. എവിടെ തിരിഞ്ഞാലും മലയും വെള്ളവും പുഴയും ഒക്കെ ആയിട്ട്. പിന്നെ ഫേമസ് ആയിട്ട് കുറേ നാൾ റീലുകളൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഇഞ്ചത്തൊട്ടി തൂക്കുപാലവും, അത് കഴിഞ്ഞ് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഭൂതത്താൻകെട്ട് ഡാമും ഒക്കെ ഈ സ്ഥലത്ത് തന്നെയാണുള്ളത്. ഓൾറെഡി നമ്മൾ എൻ്റെ വീഡിയോ ചെയ്തത് കൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നില്ല. പിന്നെ നമ്മൾ ഇറങ്ങിയേക്കുന്ന സമയം ഭയങ്കര ലേറ്റായിരുന്നു. നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് ഇറങ്ങിയേക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വൈകിയായിരുന്നു. നമ്മൾ വളരെ നേരത്തെ ഇറങ്ങുമായിരുന്നെങ്കിൽ ഇപ്പം മൂന്നാർ എത്തേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ഇവിടെ ഈ പോണ വഴിയിലൊക്കെ ആനയുടെ ശല്യം ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടും നമ്മൾ ബൈക്കിന് പോകുന്നത് കൊണ്ടും എനിക്ക് നല്ല പേടിയുണ്ട്. എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയാവുന്ന കേസാണ്. ആന എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. ആന എന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ സ്വയമേ മരിച്ചു കൊടുക്കും. അപ്പം പോകുന്ന വഴിക്ക് ജോമോൻ അതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ പെട്ടെന്ന് ഈ ഒരു വളവ് വരുമ്പോഴത്തേക്ക്, ഈ വളവ് തിരിയുമ്പോഴത്തേക്ക് ഒരു ആന വന്നാൽ പോലെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും പേടിയുണ്ട്. ഈ മുഖത്ത് കാണുന്ന ആ ചിരി ഒന്നുമല്ല. ഓരോ വളവ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കൊന്തയിൽ നല്ലപോലെ മുറുക്കി പിടിക്കുന്നുണ്ട്, വാതാനം വിളിക്കുന്നുണ്ട്. ദൈവമേ, ഒരു ആനേനെ അങ്ങനെ ഒരു ഒന്നും കാണാനായിട്ടുള്ള ഇട വരുത്തരുതേ. എല്ലാവരും സാധാരണ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്, ഒരു ആനേനെ എന്തെങ്കിലും ഒരു വന്യജീവിനെയൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ടല്ലേ പോവാറ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു വന്യജീവിനെ പോലും കാണാൻ ഇട വരുത്തരുതേ എന്നാണ്. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന വിനകളല്ലേ. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളുണ്ട്. വളരെ വെള്ളച്ചാട്ടോ അങ്ങനെ എങ്ങാണ്ട്. അതിന് മുമ്പ് ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. അപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത്, തിരിച്ചു പോരുന്ന സമയത്ത് നിർത്തി കാണാം എന്നുള്ളൊരു കണ്ടീഷനിൽ ഞങ്ങൾ പോവുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും മൂന്നാർ എത്തി തിരിച്ചു പോരുന്ന സമയത്താണ് ഞങ്ങൾ ഏകദേശം മൂന്നാർ കയറാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഒത്തിരി നേരത്തേക്ക് നിർത്താൻ നിന്നില്ല. ഒരു വൈകുന്നേരം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ ആനയൊക്കെ സ്പോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. മൂന്നാർക്ക് പോകുന്ന വഴിക്ക് പ്രത്യേകിച്ച് ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പോൾ ഈ സ്ഥലം ഏതാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ, മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകട്ടെ. അങ്ങനെ നമ്മൾ അവിടെ ഒന്ന് പെട്ടെന്നൊന്ന് ഇറങ്ങി
നല്ലൊരു തടാകവും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ അതുമെല്ലാം കണ്ടിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയേക്കുവാണ്. അപ്പം ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാം. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സ്റ്റേ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് പോകുന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും വെള്ളച്ചാട്ടങ്ങളുടെ ബഹളമാണ് കേട്ടോ. അങ്ങനെ വെള്ളം കുടിക്കാമല്ലോ എന്നുള്ള ആഗ്രഹത്തിന് നിർത്തിയ സ്ഥലത്ത് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടുന്ന് വെള്ളമെല്ലാം കുടിച്ചു. വെള്ളച്ചാട്ടത്തിൽ കുറച്ച് നേരമൊക്കെ ഇറങ്ങി നിന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ പോകുന്നത്. നമ്മളുടെ സ്റ്റേയിലേക്ക് പോകാനായിട്ട് കുറച്ചും കൂടി ദൂരങ്ങൾ നമുക്ക് പോകണം. അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്തും അങ്ങനെ കുറേ നേരം ഇറങ്ങി സ്പെൻഡ് ചെയ്യുന്നില്ല. ഇതിനകത്ത് വരുന്ന വെള്ളത്തിൻ്റെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഫ്രീസറിലൊക്കെ നമ്മൾ വെള്ളം തണുപ്പിക്കാൻ വെക്കില്ലേ, വെച്ച് കഴിഞ്ഞ് നമ്മൾ ഐസ് ആകുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേജിൽ വെള്ളത്തിൽ തൊട്ടാൽ എങ്ങനെ ഇട്ടായിരിക്കും, അത്ര തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പാണ്. നല്ല രസമുള്ള സ്ഥലവുമായിരുന്നു. ഇതിൻ്റെ ഒന്നും പേര് പറയാൻ എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേയിലേക്ക് എത്തി. നമ്മൾ ഇന്ന് ഇവിടെയാണ് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി നാളെ മൂന്നാറ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഫ്രണ്ട്. ഇവൻ എൻ്റെ കൂടെ ലേക്ക് പാലസ് റിസോർട്ട് ആലപ്പുഴയിൽ വർക്ക് ചെയ്തതാണ്. അവൻ്റെ പേര് അരുൺ എന്നാണ്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അങ്ങനെ അവനെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ നമുക്ക് നല്ല റൂമൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത റൂമിനേക്കാളും നല്ലൊരു റൂമിലേക്ക് നമുക്ക് അപ്ഗ്രഡേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ അന്ന് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കും ഗസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് നല്ല അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു റൂമിലൊക്കെ കിട്ടി. അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു റൂമും സ്റ്റേ ഒക്കെ ആയിരുന്നു കേട്ടോ. എടുത്തു പറയാനായിട്ട് നമുക്ക് അവൻ ഫ്ലവർ ബെഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഫ്ലവർ കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഫ്ലവർ ബെഡ് ചെയ്തില്ല. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളും അമ്യൂണിറ്റീസൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ ഈ റൂമിൽ നിന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അടിപൊളി ഒരു സ്റ്റേ ആയിരുന്നു. മൂന്നാറിലേക്ക് കയറുന്നതിന് മുമ്പ്, മൂന്നാർ എത്തിയില്ല, മൂന്നാർ എത്തുന്നതിന് മുമ്പാണ് ഈ സ്റ്റേ വരുന്നത്. സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയാം. ഹെവൻ ഇൻ മൂന്നാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി പ്രീമിയം റിസോർട്ടാണ് കേട്ടോ. അത്യാവശ്യം തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ടുള്ള റിസോർട്ടാണ്. നല്ല രസമാണ് ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ. ഇത് അവിടുത്തെ ലോബിയാണ് കേട്ടോ. ലോബി എന്നുള്ളൊരു ഇതാണ്. ഇവിടെ തന്നെ ലോബിയോട് ചേർന്നിട്ട് തന്നെയാണ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല അടിപൊളി ഷെഫുമാരും അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ ഫ്രണ്ട് ഇവിടുത്തെ മാനേജറായിരുന്നു. ഇപ്പോൾ അവനോടൊന്ന് ഇറങ്ങി. ഞങ്ങൾ പോയത് എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ പോയത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. അതായത് 2024 സെപ്റ്റംബറിൽ പോയ വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. ഗൂഗിളിലും ഇങ്ങനെ ഭയങ്കര പ്രശ്നമായി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് പഴയ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കാണ് ദൈവമേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളത് ഓർക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു മാതൃഭൂമിയുടെ എങ്ങാണ്ടൊരു ഇത് കാണുവാനും ഇടയായി. മൂന്നാറിലൊക്കെ ഇപ്പം നല്ല തണുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞങ്ങൾ ചെല്ലുന്ന സമയത്തും നല്ല തണുപ്പാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ മൂന്നാറൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ സ്റ്റേ ഒക്കെ എടുത്ത് പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈറ്റ് ത്രൂ വഴിയും ഈ റിസോർട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. മൊത്തത്തിൽ 4000 സംതിങ്, 4000-5000 നല്ലൊരു പ്രീമിയം ആയിട്ടുള്ളൊരു റിസോർട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു ചോയ്സാണ് ഈ റിസോർട്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളും ബാത്റൂമുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ ബാത്റൂമിനകത്ത് നിന്ന് കുളിച്ച് കഴിഞ്ഞാൽ റൂമിനകത്ത് കിടക്കുന്ന ആൾക്ക് വ്യക്തമായിട്ട് കാണാം നമ്മളെ. അതിൻ്റെ കർട്ടനൊക്കെ പൊക്കിക്കഴിഞ്ഞാൽ നമ്മളകത്ത് കുളിക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് നിൽക്കുന്നവർക്കും കാണാൻ പറ്റും. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം കപ്പിൾസിനൊക്കെ പറ്റിയ ഒരു ഹണിമൂൺ കപ്പിളും ഹണിമൂൺ ടൈപ്പ് ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു സ്റ്റേ ആണ്. ഒട്ടും എന്താ പറയണ്ടേ, ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലമല്ല, ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമല്ല. അത്യാവശ്യം നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. ഒരു ഹണിമൂൺ അല്ലെങ്കിൽ അങ്ങനെ കപ്പിൾസായിട്ടൊക്കെ പോകാൻ പറ്റിയ ഒരു റിസോർട്ടാണ് കേട്ടോ ഇത്. കപ്പിൾസ് മാത്രമല്ല, ഫാമിലിയായിട്ട് വരാൻ, കുഞ്ഞുങ്ങൾക്കുള്ളൊരു പ്ലേ ഏരിയയും ഒരു ചെറിയൊരു പ്ലേ ഏരിയയും കാര്യങ്ങളുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ആ റൂമിൻ്റെ അവിടെ നിന്നുള്ള വിഷ്വലാണ് കേട്ടോ ഇത്. അപ്പം എന്ത് ഭംഗിയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയാൽ. നല്ലൊരു
സമാധാനമുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ. എത്ര നേരം ഞങ്ങളിവിടെ അവിടെ കസേര ഇട്ടിരുന്നെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അരുൺ പറഞ്ഞു നമുക്കൊന്ന് അതായത് ഈ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെയുള്ള ഫാമിൽ കൂടി ഒന്ന് നടന്ന് അവിടെ ഒരു മേളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തീരത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് നടക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ജോമോൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ പിന്നിലൂടെ നിങ്ങൾക്ക് പ്രകൃതിയുടെ, അതായത് എന്താ പറയുക, കിളികളുടെയും അതിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാം എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സോറ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ചങ്ക് വന്നു. അവനങ്ങനെ നിങ്ങൾക്ക് തണുപ്പൊന്നും ഇല്ലടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ അടിക്ക് പോവാണ്. നമുക്ക് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് തണുപ്പൊന്നും അറിയുന്നില്ല. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോയി കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു, വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമ്മളിവിടുന്ന് ചെക്കൗട്ട് കഴിഞ്ഞിട്ട് നേരെ മൂന്നാർക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഈ ചെറിയ വീഡിയോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ നമ്മളെയും കൂടി നിങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹെലൻ സൈനിങ് ഓഫ്. ബൈ ബൈ.